പഴയ ആളുകളൊക്കെ നീങ്ങി നിൽക്കുക, പുതിയ ആളുകളെ കയറ്റുക, ചെറുപ്പക്കാരെ കയറ്റുക. കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. UDF നേതൃത്വം തന്നെ ആരും ആവശ്യപ്പെട്ടില്ല അദ്ദേഹത്തിന്റെ സാന്നിധ്യം പാലക്കാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനായിട്ട്. നല്ലൊരു നേതാവാണ്, ജനഹൃദയത്തിലേക്ക് ആഴമായി ഇറങ്ങിയ ഒരു നേതാവാണ്. Feel the freshness. Feel the softness. DQ 78 TFM Grade 1 Soap. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDF ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലും കേരളത്തിലും ഭരണമില്ല ദീർഘനാളായിട്ട്. ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ അധികായന്മാർ, സീനിയർ ലീഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ കാണിക്കുന്നു തുടർച്ചയായിട്ട്. എന്നാൽ ഇതിൻ്റെ നടുവിൽ ഒരു ശക്തി പ്രഭാവമായി ഷാഫി പറമ്പിൽ വളർന്നു വരുന്നുണ്ട്. ഇദ്ദേഹത്തിന് മതിയായ സംരക്ഷണവും തുണയും കൊടുത്തു കഴിഞ്ഞാൽ ശക്തനായ ഒരു കേരള രാഷ്ട്രീയ നേതാവിനേക്കാൾ ഉപരി ഒരു ഇന്ത്യൻ നാഷണൽ നേതാവായി വരുവാനുള്ള കഴിവും സാമർഥ്യവും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം എന്താണ്? ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഷാഫി പറമ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു നേതാവാണ്, ജനഹൃദയത്തിലേക്ക് ആഴമായി ഇറങ്ങിയ ഒരു നേതാവാണ്. ഒരിക്കലും ഒരു അഭിപ്രായം പറയാനില്ല. രാഹുൽ മാങ്കൂട്ടാണേലും അതുപോലെ തന്നെ ഒരു നല്ലൊരു നേതാവാണ്, സമ്മതിക്കാൻ പറ്റില്ല. അവർക്ക് എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ പിന്മുറകൾ ഒരു പിന്തുടർന്ന നേതാക്കന്മാരാണ്. അപ്പം അതുകൊണ്ട് നല്ല ഇതാണ്. മറ്റുള്ളവരൊക്കെ എന്തുവാ രാഷ്ട്രീയത്തിന് ഞാനാണ് തലയ്ക്ക് പിടിച്ച് ഞാൻ ആളാണെന്നുള്ള ഒരു ഇതാണ്. അതാണ് കോൺഗ്രസിന്റെ ഒരു ബലഹീനത. അതാണ് ഒരു ഫൈറ്റ് കോൺഗ്രസിന്റെ ശാപമാണ്. ഇത് മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിയും. തീർച്ചയായിട്ടും കഴിയും. ഒരു ഷാഫി പറമ്പ് എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു നേതാവാണ്, ജനഹൃദയങ്ങൾക്ക്. അതാണല്ലോ ശൈലജ ടീച്ചറുമായിട്ട് മത്സരിച്ചിട്ട് ഇതേപോലെ കയറി വന്ന് പാലക്കാടിന്റെ മണ്ണിൽ നിന്നിട്ട് അവിടെ ചെന്നിട്ട് ജയിക്കുക എന്ന് പറഞ്ഞാൽ, അത്രയും ഭൂരിപക്ഷത്തിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പ് നല്ലൊരു നേതാവാണ്. ജനഹൃദയങ്ങളിൽ ആഴമായി ഇറങ്ങുന്ന ചെറുപ്പക്കാർ യൗവനക്കാരുടെ മുമ്പിൽ ഇറങ്ങി ചെല്ലുന്ന ഒരു നേതാവാണ്. ഒരിക്കലും പിന്നോക്കത്തിൽ പറയാൻ പറ്റില്ല. അല്ല അദ്ദേഹം ഉള്ളത്. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് അവിടെ നല്ല അഭിപ്രായമാണ്. നമുക്ക് നേരിട്ട് അറിയാനും പാടില്ല, അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ ശ്രീധരനൊക്കെ നിന്നപ്പോൾ അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് മാത്രമാണ് ജയിച്ചത്. അത്രയും പ്രഭാവമുണ്ട്, അത് നമുക്കറിയാവുള്ളൂ. ജനകീയനായിട്ടുള്ളൊരു നേതാവായിട്ട് വരുന്നു. മതവർഗീയതക്ക് എതിരായിട്ട് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് പോലും അത് താക്കീതായിട്ടാണ് KK ശൈലജ പോലും അദ്ദേഹത്തിന് മുമ്പിൽ തോക്കാണ്ടായ കാരണം. ഷാഫി പറമ്പില് നല്ല വ്യക്തിയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല ആള് തന്നെയാണ് ഷാഫി പറമ്പില്. ഷാഫി പറമ്പിലെ പോലുള്ളവർ വേണിപ്പോൾ ഇത് നിയന്ത്രിച്ച് പോരാനായിട്ട് കോൺഗ്രസിന്. അല്ലാതെ വേറെ ആളുകളൊക്കെ കണക്കാണ്. അവർ നമ്മളെ ഇപ്പോഴത്തെ യുവതലമുറ അവരാണ് വേണ്ടത്. ഇപ്പം അങ്ങനെയുള്ള ആളുകളാണ് വേണ്ടത്. ഇപ്പം അത് ഭരണകൂടത്തിൽ വേണ്ടത് കൂടുതൽ അവരാണ് വേണ്ടത്. പഴയ ആളുകളൊക്കെ നീങ്ങി നിൽക്കുക, പുതിയ ആളുകളെ കയറ്റുക, ചെറുപ്പക്കാരെ കയറ്റുക, അതാണ് നല്ലത്. അങ്ങനെയുള്ള ആളുകൾ വരണം, രംഗത്ത് വരേണ്ടത് അവരെ പോലുള്ളതാണ്. ഇപ്പം മുരളീധരനെ മാറ്റിയിട്ടാൻ പറ്റില്ല. മുരളീധരൻ നല്ല വ്യക്തിയാണ്. മുരളീധരൻ ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ നേതാവാണ് മുരളീധരൻ. ഈ ഷാഫി പറമ്പിൽ, പിന്നെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ, ഇവരൊക്കെ നല്ല നല്ല വ്യക്തികളാണ്. ഇവരൊക്കെ രംഗത്ത് വരണമെന്ന് നമ്മൾ പറയണത്. പഴയ ആളുകളെയൊക്കെ മാറ്റി നിർത്താൻ ഇവരെ പോലുള്ള രംഗത്ത് വന്ന് നമ്മൾ ഭരണം കാണിച്ചു കൊടുക്കണം, അതാണ് വേണ്ടത്. അല്ലാതെ നമ്മളിപ്പോൾ ഈ തമ്മിൽ ഇടിയല്ല വേണ്ടത്. ഇങ്ങനെയുള്ള സംഗതികളാണ് വേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഈ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ചെയ്തു കൊടുക്കുക ജനങ്ങൾക്ക്. അങ്ങനെയുള്ള ആളുകളാണ് ഭരണത്തിലേക്ക് വേണ്ടത്. പിന്നെ പഴയ ആളുകളൊക്കെ നീങ്ങി നിൽക്കുക, അവരവരുടേതായിട്ട് കഴിവുകൾ അവർക്കും ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുക, അവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും ചെയ്യാം. പക്ഷെ പുതുതലമുറകൾ അവരാണ് വേണ്ടത്, ഭരിക്കാനും വേണ്ടത് അവരാണ്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇപ്പം ഞാനൊരു ലീഗുകാരനായിട്ട് പറയണല്ല, ഞാൻ പണ്ട് കോൺഗ്രസ്സുകാരനാണ്. പിന്നെ നമ്മൾ ഈ തമ്മിൽ കുത്തക്കുള്ളതിൻ്റെ പേരിലാണ് നമ്മളതിൽ നിന്നൊക്കെ കർണാടനുള്ള ആൾക്കൊക്കെ കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. എന്നുവെച്ചാൽ കർണാടൻ മറ്റേ DIC പോയപ്പോൾ ഞങ്ങൾ ഇവിടെ പോകുന്നുള്ളത്തോളം കാര്യം ഞാൻ ലീഗിലേക്ക് പോകുന്നുള്ളൂ. ഇപ്പം ഇക്ക പറഞ്ഞ പോലെ തമ്മിത്തല്ലാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം. പക്ഷെ ഇത് എന്ന് മാറി ഇതാണോ കോൺഗ്രസിന്റെ ഒരു ശാപം? 3ാം തവണയും മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വരുമോ ഇത് മുതലാക്കിയിട്ട്? അത് പാടില്ല, ഒരിക്കലും പാടില്ല. വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ഇപ്പം പിണറായിൻ്റെ പോക്കും ശരിയല്ല, അതിൻ്റെ പേരിൽ വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പിണറായിൻ്റെ പോക്ക് ശരിയാണ്. പിണറായി അതേമാതിരിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പെൻഷൻ മേടിക്കുന്ന ആളാണ്. പെൻഷൻ്റെ കാര്യം തന്നെ പറഞ്ഞ പല കാര്യങ്ങളിലും പിന്നോക്കമാണ് ഇപ്പം പിണറായി. പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച്
പുള്ളിക്കാരന് കയ്യിൽ ഒതുക്കി വെക്കാനുള്ള രൂപത്തിലാണ് നടക്കുന്നത്. അത് ഈ ഭരണത്തിൽ അങ്ങനെ പറ്റില്ലല്ലോ. നമ്മൾ സാധാരണക്കാരനിക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണ്ടേ, അത് ആരും ചെയ്യുന്നില്ല. ഇപ്പൊ അത് ചെയ്യാനായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇത് സംഭവം എന്താന്ന് വെച്ചാലേ, കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. എ.കെ. ആന്റണിയുടെ മോനെ തഴഞ്ഞിട്ടില്ല, ഉമ്മൻചാണ്ടിയുടെ മോനെ തഴഞ്ഞിട്ടില്ല, ഷാഫി പറമ്പിലിനും തഴയൂല. ഇത് ആളുകൾ തെറ്റിദ്ധാരണ വരുത്തുന്ന സംഭവമാണ്. അപ്പൊ നമ്മൾ ഇതില് പ്രചാരണം നടത്തിയതുകൊണ്ട് ഒരു കാര്യമില്ല. ഷാഫി പറമ്പിൽ നല്ല നേതാവാണ്. ഇത് സംഭവം എന്ന് വെച്ചാൽ ഇതില് കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള പരിപാടിയാണ് കോൺഗ്രസിൽ. അങ്ങനൊരു സംഭവം ഇല്ല. ഷാഫി പറമ്പിൽ നല്ലൊരു നേതാവാണ്, അതുപോലെ എല്ലാ നേതാക്കന്മാരും നല്ലൊരു നേതാവാണ്. അപ്പൊ ഇങ്ങനെ ഷാഫി പറമ്പിലിന് പ്രത്യേകിച്ച് അങ്ങനൊന്നും ഇല്ല. അദ്ദേഹം മറ്റേ വടകരയൊക്കെ പോയി ജയിച്ചു, നല്ലൊരു നേതാവാണ്. അതുപോലെ എല്ലാവരും നല്ലൊരു നേതാക്കന്മാരാണ് കോൺഗ്രസിൽ. കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള പരിപാടിയാണ് കോൺഗ്രസിൽ. അതിന് യാതൊരു തർക്കമില്ലാതായിരുന്നു. യങ്സ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? കാരണം ഇപ്പം ഇരിക്കുന്ന, കുറ്റം പറയുന്നതല്ല, ഇപ്പം ഇരിക്കുന്ന അധികാരം പങ്കിടുന്ന ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയാണ്. നമ്മൾ അത് മാധ്യമങ്ങളിലൂടെ കാണുകയാണ്. അപ്പോൾ യങ്സ്റ്റേഴ്സ് വന്നാൽ വിദേശ രാജ്യങ്ങളിലെ ഒരു പവറാണ്. അപ്പോൾ ഈ നേതാക്കന്മാരെല്ലാം, യങ്സ്റ്റേഴ്സുള്ള നേതാക്കന്മാരെല്ലാം വന്നാൽ ഗുണകരമല്ലേ എന്നാണ് ചോദിക്കുന്നത്. യങ്സ്റ്റേഴ്സ് വന്നാൽ ഗുണകരം തന്നെയാണ് കോൺഗ്രസിന്. മനസ്സിലായ? അതായത് പ്രായമുള്ള ആളുകളെയൊക്കെ ഒഴിവാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ചെറുപ്പക്കാരായ ആളുകൾ വരണം കോൺഗ്രസിൽ. അതായത് ഷാഫി പറമ്പില്, വി.ഡി. സതീശൻ, മുരളീധരൻ, അങ്ങനെയുള്ള എല്ലാ നേതാക്കന്മാരും വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. മാൻകൂട്ടം, രാഹുൽ മാൻകൂട്ടം, ഇവരെല്ലാവരും വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ കോൺഗ്രസ് തന്നെ ഒരു വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിലവിലുള്ളതിൽ ഒരു യൂത്ത് എന്ന് പറയാനായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഷാഫി പറമ്പിൽ ഒരു ഐക്കണായിട്ട് തോന്നിയിട്ടുണ്ടല്ലേ? ഒരു വിധത്തിൽ. ഇപ്പൊ സാധാരണ കോൺഗ്രസിലെ അടിപിടിയാണോ കോൺഗ്രസിന്റെ ശാപം? അങ്ങനെ പറയാൻ പറ്റില്ല. രാഷ്ട്രീയത്തിൽ ഇപ്പൊ പല രാഷ്ട്രീയത്തിലായാലും പല തർക്കങ്ങളൊക്കെ എല്ലാ പാർട്ടിയിലും ഉണ്ട്. കോൺഗ്രസിൽ ഇപ്പൊ ഈയിടെയായിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ നമ്മൾ കാണുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഏത് പാർട്ടി ആയാലും അതിനകത്ത് ഭിന്നതകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്ന് ഒരു പുതിയൊരു ഇതിലോട്ട് ഷാഫി പറമ്പിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട്. ഒരു യൂത്തിന്റെ ഒരു പൾസറിയാണ്. ഇപ്പം പൊതുവെ രാഷ്ട്രീയത്തിൽ ഇപ്പൊ പ്രായമായ ആൾക്കാരാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ആയാലും ഈ പൊളിറ്റിക്സിലൊക്കെ യങ്സ്റ്റേഴ്സാണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ അങ്ങനെ ഒരു സംഭവം കുറവാണ്. ഷാഫി പറമ്പിലൂടെ അങ്ങനെ ഒരു പ്രതീക്ഷിക്കുന്നുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് അദ്ദേഹത്തെ UDF നേതൃത്വം തന്നെ ആരും ആവശ്യപ്പെട്ടില്ല. അദ്ദേഹത്തിന്റെ സാന്നിധ്യം പാലക്കാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനായിട്ട് അദ്ദേഹം ആരും അദ്ദേഹത്തെ ക്ഷണിക്കാത്തത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹം മാനസികമായ വേദന കൊണ്ടാണ് അദ്ദേഹം മാറിയുന്നത്. അതെ, ഈ ഒരു സന്ദർഭത്തിൽ ഷാഫി പറമ്പിൽ എന്ന ശക്തനായ നേതാവിന്റെ പ്രശസ്തി എങ്ങനെയാണ്? ഒരു ഭാവി മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ കാണുന്നു, ഉമ്മൻചാണ്ടിയുടെ പ്രിയ പിൻഗാമിയായും അദ്ദേഹത്തെ കാണുന്നു. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് എന്താണ് പ്രതീക്ഷ ഉള്ളത്? പാർലമെന്റിൽ മത്സരിച്ചുകൊണ്ടാണല്ലോ അത്രയും സീറ്റ് നമുക്ക് പിടിക്കാൻ പറ്റിയത്. പിന്നെ അദ്ദേഹം നിയമസഭയിൽ ശക്തനായ ഒരു MLA കൂടിയായിരുന്നു. അതൊന്ന്. രണ്ടാമത്തെ കാര്യം ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ മത നേതാക്കന്മാര് പല വ്യക്തികളെയും ഉയർത്തിക്കാട്ടുന്നുണ്ട്. അത് കേരളത്തിന് നല്ലൊരു കാര്യമല്ല. മതനേതാക്കളല്ലല്ലോ നമ്മുടെ ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനായിട്ട്. അവർക്ക് ഇവിടെ അഭിപ്രായം പറയാം. ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ട് UDF ശക്തമായ ഭൂരിപക്ഷം വരാണെങ്കിൽ അത് മതനേതാക്കന്മാർക്ക് അഭിപ്രായം പറയാം. ഒരു പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ ഒരു നേതാവിനെ മാത്രം ഉയർത്തിക്കൊണ്ടുവരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അവര് തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് വ്യക്തമായ മറുപടി ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. AICC പ്രസിഡന്റും രാഹുൽ ഗാന്ധി കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. ഇപ്പൊ UDF ചെയ്യേണ്ട കാര്യം മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കലല്ല. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കണമെങ്കിൽ അവര് ഏകോപനം ഇത് വേണം. ഇപ്പൊ തന്നെ തമ്മിത്തല്ലി ഞാനാണ് നീയാണ് നിന്നെ ഞാൻ മുതുക്കും. ഈ ഒതുക്കൽ രാഷ്ട്രീയമാണല്ലോ അവിടെ നടക്കുന്നത്. ഇത് UDFന്റെ ശാപമാണ്. ഇത് UDFന്റെ അത് അവരുടെ ഒരു വർഷങ്ങളായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അങ്ങനെയുള്ള കെ കരുണാകരനെ UDF മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറക്കി എ.കെ. ആന്റണി അവരോധിക്കുന്നത്. പിന്നീടാണല്ലോ എ.കെ. ആന്റണിനെ ഒതുക്കിയിട്ട് എ.കെ. ആന്റണി ഡൽഹിക്ക് പോകുന്നു. അങ്ങനെ എ.കെ. ആന്റണി ഡൽഹിക്ക് പോകുന്നു. അത് വീണ്ടും ഉമ്മൻചാണ്ടി വരുന്നു. ഉമ്മൻചാണ്ടിയെ ഒതുക്കാൻ ആ ഗ്രൂപ്പിൽ തന്നെ എത്ര പേര് ശക്തമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ചർച്ചകൾ നടത്തിയിരിക്കുന്നു ഉമ്മൻചാണ്ടിനെതിരെ. അതിന് ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ഈ പണ്ട് കെ കരുണാകരന് വേണ്ടി ഒളിയമ്പ് ചേർത്തതിലും ഉമ്മൻചാണ്ടിക്ക് പങ്കുണ്ടായിരുന്നു.
അപ്പൊ കൊടുത്ത കൊല്ലത്തും കിട്ടും എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ. അത് അദ്ദേഹം ഭരണ സമയത്ത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. കാരണം അദ്ദേഹത്തിന് ആ കുടുംബത്തെ കെ കരുണാകരൻ കുടുംബത്തെ കൂടെ നിന്ന് അദ്ദേഹം ധനകാര്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയും തുടർന്ന് ലീഡറെ വളരെയധികം നേരിട്ടല്ലെങ്കിലും തൻ്റെ ചുറ്റുമുള്ള സഹായികളെ കൂട്ടിയിട്ട് അതാണല്ലോ ചെയ്യുന്നത്. ഒരു നേതാവ് നേരിട്ട് ചെയ്തില്ല, അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള സഹായികളെ കൂട്ടിയിട്ട് ആക്രമിക്കുക. അങ്ങനെയുള്ള കെ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം പോകുന്നത്. ഒരു പാരമ്പര്യമുള്ള UDF-ന്റെ പാരമ്പര്യമുള്ള ഈ സാഹചര്യത്തില് ഇപ്പം വളരെയധികം ധൈര്യശാലിയായിട്ട് മുന്നേറുന്ന ഷാഫി പറമ്പിലിന്റെ പ്രശസ്തിയെ കുറിച്ച് പറയാം. ഷാഫി പറമ്പിൽ അടുത്ത സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാവുകയാണെങ്കിൽ സഹമന്ത്രിയാവാം അദ്ദേഹം. പിന്നെ ഇപ്പൊ അദ്ദേഹം എടുക്കാനാണ്. അപ്പൊ അത് ഉദാഹരണം കേരളത്തിൽ നിന്നുള്ള KCB വേണുഗോപാൽ കേന്ദ്രത്തിൽ UDF നേതൃത്വത്തിന്റെ ശക്തനായ ഒരു അമരക്കാരനാണ് ഓൾ ഇന്ത്യയിൽ, ഡൽഹിയിൽ. അദ്ദേഹം ഡൽഹി ചെന്ന് MP ആണെങ്കിലും മുന്നേ ഇത് കഴിഞ്ഞിട്ട് പാർലമെന്റ് ഹൗസിൽ വിശ്രമിക്കുക അല്ലെങ്കിൽ MP ഹൗസിൽ താമസിക്കുകയല്ല നിൽക്കാനുള്ള ചെയ്യണം. അദ്ദേഹം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ ആൾക്കാരെ ഏകോപിപ്പിച്ച് UDF-ന്റെ ശക്തനായ പഴയ നേതാക്കന്മാരൊക്കെ ഏകോപിപ്പിച്ച് വീണ്ടും ഒരു മുന്നണി, ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നു. അതിനൊക്കെ മുഖ്യ പങ്ക് വഹിച്ചത് KC ആണ്. അതുപോലെ KCക്ക് തുല്യനായിട്ട് ഷാഫി പറമ്പിൽ വരാം. ഒരു പിൻഗാമികളുണ്ടല്ലോ ഓരോരുത്തർക്ക് പിന്നില്. അതുപോലെ കാണുന്ന ഒരാളാണ് ഞാൻ ഈ ഷാഫി പറമ്പിൽ. അദ്ദേഹത്തിന്റെ ശക്തിയാണല്ലോ പാലക്കാട് അദ്ദേഹത്തെ പാർലമെന്റിൽ അത്രയും വൻ ഭൂരിപക്ഷത്തിൽ ജനം ഉൾക്കൊള്ളുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല, പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യം അതാണ് കാര്യം. ജനം ഉൾക്കൊണ്ടാണ് അദ്ദേഹത്തെ പാലക്കാട് ഡിവിഷനിൽ ഇത്രയും നല്ല ശക്തനായി തെരഞ്ഞെടുക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ സാന്നിധ്യമാണ് ഇന്നും അവിടെ. അതിന്റെ ഉത്തരവുണ്ട്, ജനസാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ പാർട്ടി നേതാക്കന്മാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ജനത്തിനും താഴെയാണ് നേതാക്കന്മാർ. ജനത്തിന് താഴെയല്ല, ജനം കൂടെ ഉണ്ടെങ്കിൽ. ഇപ്പൊ ഞാൻ ചോദിക്കണ്ടേ, എത്ര ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലുണ്ടായിരുന്നു. ഇപ്പൊ കെ കരുണാകരൻ എത്ര MLA-മാരുണ്ടായിരുന്നു? നിസാര MLA-മാരിൽ നിന്നല്ല അദ്ദേഹം UDF-ന്റെ ശക്തമായ സാന്നിധ്യം കേരളത്തിലൂടെ വളർത്തിയെടുത്ത് അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായത് അതൊരു ചെറിയ കാര്യമല്ല. അതുപോലെ ഞാനത് അത്രയും സങ്കടപ്പെടുള്ള ഒരാളാണ് ഷാഫി പറമ്പിൽ, ലീഡറെ പോലെ. ഇപ്പൊ അന്ന് ലീഡറുടെ പ്രായത്തിന്റെ തുല്യം വെച്ച് നോക്കുമ്പോ ലീഡറൊന്നും MP ഒന്നുമല്ല, പക്ഷെ MLA എന്ന നിലയ്ക്ക് 7 MLA-മാരായിട്ട് ഉണ്ടായിരുന്നുള്ളൂ UDF-ന് അല്ലെ. 7 MLA-മാരിൽ നിന്ന് അദ്ദേഹം കേരളത്തിന്റെ ലോകത്തിലെ ഇടതുപക്ഷ സർക്കാരുള്ളത്, ഒന്ന് ലോകത്തിലെ ഒന്ന് ജനാധിപത്യത്തിലൂടെ ഒന്ന് കേരളവും പിന്നെ സിസിലി എന്നൊരു രാജ്യത്ത് ഉണ്ടായിരുന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയെ EMS നമ്പൂതിരിപ്പാണ് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കണ്ടത്. അദ്ദേഹം ഞാൻ അങ്കമാലിക്ക് വന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാതിൽ തുറന്ന് എനിക്ക് തന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തു നിന്ന് ഞാൻ അമ്പലത്തറ താമസിക്കുമ്പോഴാണ് EMS താമസിക്കുമ്പോഴാണ് ഞാൻ ചെന്ന് കാണുന്നത്. അത് പിന്നീട് നമുക്ക് കാണാൻ പറ്റില്ല. ഇന്ന് എനിക്ക് കരുണാകരനെ കാണുന്ന വെച്ച് കാണാൻ കഴിയില്ല, ഉമ്മൻചാണ്ടിനെ കാണുന്ന വെച്ച് നടക്കും. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ ചെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർ ഉമ്മൻചാണ്ടിനെയും എനിക്ക് അധികം ആവശ്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ശക്തരായ ആൾക്കാരായിരുന്നു അവരൊക്കെ ഒന്ന് ചെന്ന് കാണാന്നുള്ളത്, അവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കാന്നുള്ളത് ഞാനൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത്.